ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജാസി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക, പഠിക്കുക. നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ ചെയ്തു പോകുന്നത്. ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ PSC എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന നാഴികക്കല്ലുകൾ, അതായത് നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു ആശയം ആരാണ് കൊണ്ടുവന്നത്? MN റോയ് ആണ്. ആരാണ്? MN റോയ് ആണ്. അതായത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയ് ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയ് ആണ്. അദ്ദേഹത്തിന്റെ ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് കേട്ടോ. ആ പത്രത്തിന്റെ പേരും പഠിക്കണം. അദ്ദേഹത്തിന്റെ ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന ആശയം ആര് മുന്നോട്ട് വെച്ചത്? MN റോയ് മുന്നോട്ട് വെച്ചത്. ഇനി നമുക്ക് MN റോയുമായി ബന്ധപ്പെട്ട് PSC സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനകീയ ആസൂത്രണത്തിന്റെ പിതാവും ആര് തന്നെയാണ്? MN റോയ് ആണ്. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? MN റോയ് ആണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് എന്താണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും ആര് തന്നെയാണ്? MN റോയ് ആണ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനും ആര് തന്നെയാണ്? MN റോയ് ആണ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ. അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയുടെ പേരെന്താണ്? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. അതുമാത്രമല്ല, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവും ആര് തന്നെയാണ്? MN റോയ് ആണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവും ആര് തന്നെയാണ്? MN റോയ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചു. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥം ഏതാണ്? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. അപ്പോൾ MN റോയ് ആണ് ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന എന്നൊരാശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ ഏത് പത്രത്തിലൂടെയായിരുന്നു? ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയായിരുന്നു അല്ലെ. ഇനി സ്വരാജ് പാർട്ടി എന്താണ്? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെ. സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഈ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് കേട്ടോ. അതും പഠിച്ചു വെക്കണം. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഇനി ബോംബെ സമ്മേളനം എന്താണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC-യുടെ സമ്മേളനമാണ് അല്ലെ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC-യുടെ സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. അത് എപ്പോഴാണ് നടന്നത്? 1935 വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1935 ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി INC എന്ത് ചർച്ച ചെയ്തത്? ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇനി ആ ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാൽ 1937 ഫൈസ്പൂർ സമ്മേളനമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം എന്ന് പറയുന്നത്. രണ്ട് സമ്മേളനത്തിന്റെയും പ്രത്യേകത എന്താണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്തത് ബോംബെ സമ്മേളനമാണ്. എപ്പോഴാണ് നടന്നത്? 1935. എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? 1937 ഫൈസ്പൂർ സമ്മേളനമാണ്. ഈ ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. രണ്ട് സമ്മേളനവും വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതുപോലെ തന്നെ വർഷവും അധ്യക്ഷന്മാരും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1935 ഡോക്ടർ രാജേന്ദ്ര പ്രസാദും 1937 ആരാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റുവുമാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി എം.എൻ. റോയ് ആണ്. അദ്ദേഹത്തിന്റെ ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഇനി രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ഏതാണ്? സ്വരാജ് പാർട്ടിയാണ് അല്ലെ. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. ഈ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഇനി രണ്ട് സമ്മേളനം നമ്മൾ പഠിക്കണം. 1935 ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? ഫൈസ്പൂർ സമ്മേളനമാണ്. എപ്പോഴാണ് നടന്നത്? 1937 അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ്. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ നാൾ വഴികൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട 3 ആക്ടുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഏതൊക്കെയാണ്? 1773 വന്ന റെഗുലേറ്റിംഗ് ആക്ടും 1784 വന്ന പിറ്റ്സ് ഇന്ത്യ ആക്ടും 1935 വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും. ഈ 3 ആക്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഓരോരോ ആക്ടുകളായിട്ട് എന്താണ് അതിൽ പറയുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് റെഗുലേറ്റിംഗ് ആക്ട് എന്താണെന്ന് നോക്കാം. എപ്പോഴാണ് റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വന്നത്? 1773 അല്ലെ. എപ്പോഴാണ്? 1773 കേട്ടോ. വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ്. എന്തിനാണ് കൊണ്ടുവന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഏത് നിയമം പാസ്സാക്കിയത്? റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത്. എപ്പോഴാണ് പാസ്സാക്കിയത്? 1773 പാസ്സാക്കിയത്. ഇനി റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്താണ് മാറ്റം വന്നത്? ഗവർണർ ഓഫ് ബംഗാൾ എന്നത് എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി അല്ലെ. എന്താണ്? റെഗുലേറ്റിംഗ് ആക്ട് വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഗവർണർ ഓഫ് ബംഗാൾ എന്നത് എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി അല്ലെ. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. നമുക്കറിയാം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ. ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എന്നാൽ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഇല്ലെങ്കിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായതും ഏത് ആക്ട് ആണ്? റെഗുലേറ്റിംഗ് ആക്ട് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഇത് പ്രകാരം ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏതാണ്? 1774 എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്തയിലാണ് അല്ലെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ആ ഒരു ആക്ട് പ്രകാരം ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏതാണ്? 1774 അല്ലെ. 73 വന്ന ആക്ട് പ്രകാരം 1774 എന്ത് സ്ഥാപിച്ചു? ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്തയിലാണ് കേട്ടോ. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇനി കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സർ എലീജ ഇംപെ ആയിരുന്നു. ആരായിരുന്നു? സർ എലീജ ഇംപെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനും വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം കേട്ടോ. അത് പ്രത്യേകം പഠിച്ചു വെക്കണം. ആദ്യത്തെ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് മൂലം എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഗവർണർ ഓഫ് ബംഗാൾ എന്നത് എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി മാറി അല്ലെ. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമവും 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ആ ഒരു ആക്ട് പ്രകാരം ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത് എപ്പോഴാണ്? 1774
എവിടെയാണ് സ്ഥാപിതമായത്? കൊൽക്കത്തയിലാണ് അല്ലെ. ഈ കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സർ എലീജ ഇംപെ ആയിരുന്നു. സർ എലീജ ഇംപെ ആയിരുന്നു. ഇനി അടുത്ത ആക്ട് ഏതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് അല്ലെ. എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784 പൊതുവായി അറിയപ്പെടുന്ന പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784 പൊതുവായി അറിയപ്പെടുന്ന പേരെന്താണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് എപ്പോഴാണ് പാസ്സാക്കിയത്? 1784. ഇനി എന്തിനാണ് ഇങ്ങനൊരു ആക്ട് രൂപീകരിച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിന് അല്ലെ. എന്തിനാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ 1773 റെഗുലേറ്റിംഗ് ആക്ടിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിനും 1773 റെഗുലേറ്റിംഗ് ആക്ടിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നത് ആര് പാസ്സാക്കിയത്? ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784 പൊതുവായി അറിയപ്പെടുന്ന പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് പാസ്സാക്കിയതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണവും അതുപോലെ തന്നെ 1773 റെഗുലേറ്റിംഗ് ആക്ടിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അടുത്ത ആക്ട് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് അല്ലെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു രണ്ട് ആക്ട് പോലെയല്ല, ഈ ആക്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ആക്ടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നിരിക്കുന്നത്? 1935. ഇനി നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും PSC സാധാരണയായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമം അല്ലെ. നമുക്കറിയാം ഇതിനു മുൻപ് 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പാസ്സാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലുത് അല്ലെ, ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനത്തിലെ നിർദ്ദേശങ്ങൾ, മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ. ഇതൊക്കെയാണ് എന്തിന് ആധാരമായത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നതിന് ആധാരമായത്. എന്തൊക്കെയാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ അല്ലെ. 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിരുന്നു. 1930, 31, 32 എന്ന് പറഞ്ഞിട്ട് 3 വട്ടമേശ സമ്മേളനങ്ങൾക്ക് നടന്നിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ 3 വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പറിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ ആധാരമാക്കിയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആര് പാസ്സാക്കിയത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് ആശയങ്ങൾ ഏത് ആക്ടിൽ നിന്നും കടം കൊണ്ടിട്ടുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കടം കൊണ്ടിട്ടുണ്ട് അല്ലെ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു എന്തെന്ന് പറയുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അതിന് ആധാരമായിരിക്കുന്നത് എന്തൊക്കെയാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടും വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങളും 1933 ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പറുമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമമാണ്. ഒരുപാട് കാര്യങ്ങൾ എന്തിൽ നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും എടുത്തിട്ടുണ്ട്.
ഇനി പ്രാവശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കുകയും ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്ത നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. എന്താണ്? പ്രാവശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ചു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം എന്ത് കൊണ്ടുവന്നു? ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കൊണ്ടുവന്നു. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ ശില്പി ആരാണ്? സർ മൗറിസ് ലിൻഫോർഡ് ഗൊയ്യാർ ആണ്. ആരാണ്? സർ മൗറിസ് ലിൻഫോർഡ് ഗൊയ്യാർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭുവാണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവും ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭുവുമാണ്. ആരാണ്? ലിൻലിത്ഗോ പ്രഭുവുമാണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഇനി ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭുവാണ്. ലിൻലിത്ഗോ പ്രഭുവാണ്. അപ്പോൾ പ്രാവശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കുകയും ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്ത നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അതിന്റെ ശില്പി ആരായിരുന്നു? സർ മൗറിസ് ലിൻഫോർഡ് ഗൊയ്യാർ ആണ്. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭുവാണ്. ഈ വൈസ്രോയിമാരുടെ പേരും അതുപോലെ തന്നെ ഈ ശില്പിയുടെ പേരൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പഠിക്കാം. എന്താണ് ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. എന്താണ്? ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ അല്ലെ. ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് ആക്ട് പ്രകാരം? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇത് പ്രകാരം ഒരു ഫെഡറൽ അസംബ്ലിയും കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ഉണ്ടായിരിക്കും. എന്താണ്? ഫെഡറൽ അസംബ്ലിയും കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ഉണ്ടായിരിക്കും അല്ലെ. ഈ ഫെഡറൽ അസംബ്ലിയാണ് അധോസഭ എന്നറിയപ്പെടുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉപരിസഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഫെഡറൽ അസംബ്ലിയാണ് അധോസഭ എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഉപരിസഭയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലോക്സഭയും രാജ്യസഭയാണ് കേട്ടോ പറയുന്നത് ഈ ദ്വിമണ്ഡല ഫെഡറൽ സംവിധാനത്തിലൂടെ. അപ്പോൾ ദ്വിമണ്ഡല ഫെഡറൽ സംവിധാനം അല്ലെങ്കിൽ ഒരു ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അത് എന്തൊക്കെയാണ്? ഫെഡറൽ അസംബ്ലിയും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സുമാണ്. ഈ ഫെഡറൽ അസംബ്ലി എന്താണ്? അധോസഭയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്താണ്? ഉപരിസഭയാണ്. അതുപോലെ തന്നെ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിനും ഈ ആക്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി അല്ലെ. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ആക്ട് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. എന്നാൽ ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? അത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ആണ്. എപ്പോഴാണ് അത് വന്നത്? 1773 ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. എപ്പോഴായിരുന്നു? 1774 ഇനി ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഈ ഒരു ആക്ട് പ്രകാരം, ഈ ഒരു വ്യവസ്ഥ പ്രകാരം 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായ ഒരു ഫെഡറൽ കോടതി ഉണ്ട് അല്ലെ. എന്താണ്? ഈ ഒരു ആക്ട് പ്രകാരം, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ത് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു? ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് പ്രകാരം 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതിയാണ് പിന്നീട് 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറിയത്. അപ്പോൾ ഇന്ത്യയിൽ സുപ്രീം കോടതി എപ്പോഴാണ് വന്നിരിക്കുന്നത്? 1950 ജനുവരി 28 ആ വർഷം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 1950 ജനുവരി 28 ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത്. ഈ നിലവിൽ വരാൻ കാരണമായി, അല്ലെങ്കിൽ ഈ ഒരു കോടതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. ആ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള, അല്ലെങ്കിൽ ആ നിയമപ്രകാരം 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതിയാണ് പിന്നീട് 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി സമ്പൂർണ്ണ സ്വയംഭരണം വ്യവസ്ഥ ചെയ്തു. എന്താണ്? സംസ്ഥാനങ്ങൾക്ക്
സമ്പൂർണ്ണ സ്വയംഭരണം വ്യവസ്ഥ ചെയ്ത ആക്ട് കൂടിയാണ് 1935 വന്നത് അല്ലെ. ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനവും ആവിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രാവിശ്യകളിൽ ഉണ്ടായിരുന്ന ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനു മുൻപ് എന്തായിരുന്നു, ഒരു ആക്ട് വരുന്നതിന് മുമ്പ് പ്രാവിശ്യകളിൽ ദ്വിഭരണം ഉണ്ടായിരുന്നു അല്ലെ. ആ പ്രാവിശ്യകളിൽ ഉണ്ടായിരുന്ന ദ്വിഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം കൊണ്ടുവന്നത് ഏത് ആക്ട് ആണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമായതും ഏത് നിയമമാണ്? ഈ ഒരു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് കേട്ടോ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമായിട്ടുള്ള ആക്ട് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പോഴൊരു ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അത് ഏതൊക്കെയാണ്? ഫെഡറൽ അസംബ്ലി, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫെഡറൽ കോടതി സ്ഥാപിച്ചു അല്ലെ. 1937 ഒക്ടോബർ 1 ഒരു ഫെഡറൽ കോടതി സ്ഥാപിച്ചു. ആ ഫെഡറൽ കോടതിയാണ് പിന്നീട് 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് അല്ലെ. എവിടെയാണ് സ്ഥാപിച്ചത്? ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹിയിലാണ് 1937 സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. എപ്പോഴാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 28 അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം അല്ലെ. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം വ്യവസ്ഥ ചെയ്തു. പ്രാവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് എന്ത് പ്രചോദനമായി? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രചോദനമായി. അതുപോലെ ബോംബെ, ബീഹാർ എന്നീ പ്രാവിശ്യകളിൽ നിന്നും സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചതും ഏത് ആക്ട് പ്രകാരമാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. മാത്രമല്ല ബർമയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി വേർതിരിച്ചതും ഇതേ ആക്ട് പ്രകാരമാണ്. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര സെക്ഷൻസും ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത്? 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 321 സെക്ഷൻസും 10 ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല പ്രാവിശ്യകളിൽ ഭരണം നിർവഹിച്ചിരുന്ന ഗവർണർമാരെ സംസ്ഥാനങ്ങളുടെ തലവനായി നിയമിച്ചു അല്ലെ. എന്താണ്? ഈ ഒരു ആക്ട് പ്രകാരം പ്രാവിശ്യകളിൽ ഭരണം നിർവഹിച്ചിട്ടുണ്ടായിരുന്ന ഗവർണർമാരെ എന്ത് ചെയ്തു? സംസ്ഥാനങ്ങളുടെ തലവനായി പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റിയും രൂപീകരിച്ചു. എന്താണ്? ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ അല്ലെ. ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാനായി ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റിയും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ശക്തമായ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ആക്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? എന്താണ്? ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ആക്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ബോംബെ, ബീഹാർ എന്നീ പ്രാവിശ്യകളിൽ നിന്നും സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബർമയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി വേർതിരിച്ചു. ഇനി എത്ര ഷെഡ്യൂൾസ് ആണ് ഈ ഒരു ആക്ടിൽ ഉണ്ടായിരുന്നത്? 321 സെക്ഷൻസും 10 ഷെഡ്യൂളുകളുമാണ്. അതുപോലെ തന്നെ പ്രാവിശ്യകളിൽ ഭരണം നിർവഹിച്ചിട്ടുണ്ടായിരുന്ന ഗവർണർമാരെ സംസ്ഥാനങ്ങളുടെ തലവനായി നിയമിച്ചു. ഇനി ഇന്ത്യയിലെ റെയിൽവേ നിയന്ത്രിക്കാൻ എന്താണ് രൂപീകരിച്ചത്? ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു അല്ലെ. ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഈ 3 ആക്ടും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.